വയനാട് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് അതിതീവ്ര ദുരന്തമായി വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞാൽ കേരള സർക്കാരിനും അല്ലെങ്കിൽ മലയാളികൾക്കും മെച്ചമായി സംഭവിക്കുന്നത് എന്ത്? അധികമായി ലഭിക്കുന്ന ലാഭം എന്താണ്? അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? ഈ ആവശ്യത്തിൽ കൃത്യമായൊരു പ്രതികരണം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നൽകുകയാണ്. പൊതുവിൽ തന്നെ ഇതിൻ്റെ വ്യക്തമായ ധാരണകളൊക്കെ തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ദേശീയ ദുരന്തമായി അമേരിക്ക പ്രഖ്യാപിക്കും പോലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതും പരിശോധിക്കാവുന്നതാണ്. വയനാട്ടിലുണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതേ ഗൗരവത്തോടെ കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തത്തെ നോക്കി കാണുന്നുണ്ട്. ആദ്യ ദിവസം മുതൽ അതിനെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഈ ഉരുൾപൊട്ടലിനെ കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്ന വിമർശനം പലരും ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുവെന്നാണ് മുരളീധരൻ പറയുന്നത്. ഒന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, UPA ഭരണകാലം മുതൽ തന്നെ ദേശീയ ദുരന്തം എന്നൊന്നില്ല. കേന്ദ്ര ചട്ടപ്രകാരം അങ്ങനെ നിർവചിക്കാൻ കഴിയുകയുമില്ല. 2013 ഓഗസ്റ്റ് 6 അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ അത് ലോക്സഭയിൽ വ്യക്തമാക്കിയതുകൂടിയാണ്. UDF MPമാർ അടക്കം ഇത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നുവെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വി മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നത്. ദേശീയ ദുരന്തമെന്ന തലക്കെട്ട് കൊടുക്കുന്നില്ല എങ്കിൽ പോലും ഓരോന്നിനെയും തീവ്രത അനുസരിച്ച് കൈകാര്യം ചെയ്യുകയാണ് അതിൻ്റെ രീതി. അതത് സർക്കാരുകൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയുമാണ് കേന്ദ്ര സർക്കാർ നൽകി പോരുന്നത്. വയനാട്ടിൽ സൈന്യം തന്നെയാണ് തുടക്കം മുതൽ 6ാം ദിവസം വരെയും ദുരന്ത ഭൂമിയിൽ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപകടമുണ്ടായ ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ദുരിതാശ്വാസ നിധിയിൽ നിന്നും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് വേണ്ട വിധത്തിൽ ധനസഹായവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരിട്ട് വിളിച്ചാണ് ഇക്കാര്യങ്ങളും പിന്തുണയും ഒക്കെ വാഗ്ദാനം ചെയ്തത് പോലും. അതുകൊണ്ട് ദുരന്ത സമയത്ത് അടിസ്ഥാനരഹിതമായ ഒരു വിവാദമായി മാത്രമേ ഇതിനെ നോക്കിക്കാണാൻ കഴിയൂ എന്നാണ് വി മുരളീധരന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഓരോ പ്രകൃതി ദുരന്തത്തെയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ല എന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് ദേശീയ ദുരന്തമെന്ന ചോദ്യം ഒരുപക്ഷെ സാധാരണക്കാരുടെ മനസ്സിൽ ഉയർന്നു വന്നേക്കാം. ദേശീയ ദുരന്തത്തെ എങ്ങനെയായിരിക്കും പ്രഖ്യാപിക്കുന്നത്? ദേശീയ ദുരന്തമെന്ന് പറഞ്ഞാൽ തന്നെ എന്താണത്? അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഈ സംശയമാണ് പലരുടെയും മനസ്സിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പ്രസിഡന്റ് ഒരു സംഭവത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാറുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഒരു വിജ്ഞാപനത്തിനുള്ള വകുപ്പില്ല എന്നുകൂടി വ്യക്തമാക്കാം. കാരണം അമേരിക്കയിൽ പ്രസിഡന്റ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസിക്ക് അതിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ സാധിക്കൂ, എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കി നൽകാനും കഴിയൂ. ഇന്ത്യയിലാണെങ്കിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ തന്നെ ഉടനടി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇടപെടൽ ഉണ്ടാകും. വളരെ വേഗത്തിലായിരിക്കും. പ്രത്യേകിച്ചൊരു പ്രഖ്യാപനത്തിന്റെ ആവശ്യകത വരുന്നില്ല. കേന്ദ്ര സേനകളെ ദുരന്ത മേഖലകളിലേക്ക് അയക്കുകയും ചെയ്യും. ദുരന്തം സംബന്ധിച്ച വിലയിരുത്തൽ നടത്തുന്നത് ധനകാര്യ കമ്മീഷനുകളാണ്. 12ാം കമ്മീഷൻ മുതൽ ഇത്തരം വലിയ ദുരന്തങ്ങളെ അതിതീവ്ര ദുരന്തം, അതായത് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ എന്നാണ് സാധാരണഗതിയിൽ പറയുന്നത്. ഇതിന് പറയപ്പെടുന്ന മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച 10ാം ധനകാര്യ കമ്മീഷൻ, അതായത് 95 മുതൽ 2000 വരെയുള്ള കമ്മീഷൻ ദേശീയ ദുരന്തത്തെ സംബന്ധിച്ച് കൃത്യമായ നിർവചനം കൊണ്ടുവന്നു. ഒരു സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 1/3 ആളുകളെ അത് ബാധിച്ചാൽ ആ ദുരന്തത്തെയാണ് അപൂർവ തീവ്രതയുള്ള ദേശീയ ദുരന്തമായി വിളിക്കാൻ കഴിയുന്നത്. എന്നാൽ എന്താണ് അപൂർവ തീവ്രതയുള്ള ദുരന്തം എന്നത് സംബന്ധിച്ച് കൃത്യമായ നിർവചനം ഒന്നും തന്നെ ഇതുവരെ നൽകിയിട്ടില്ല. ദുരന്തത്തിന്റെ തീവ്രതയുടെ അടിസ്ഥാനത്തിലാണ് സാധാരണ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുക എന്നാണ് കമ്മീഷൻ പോലും പറയുന്നത്. കൂടുതലായി നൽകേണ്ട നാശനഷ്ടമോ പരിസ്ഥിതി ശോഷണമോ അല്ലെങ്കിൽ ജീവനാംശമോ ഇതൊക്കെ തന്നെ പരിശോധിച്ച് തന്നെ ആയിരിക്കും ദേശീയ ദുരന്തമെന്ന രീതിയിൽ അതിനെ നോക്കിക്കാണുന്നത്.